ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കരുണ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, ഇനി നിങ്ങളുടെ ഏട്ടൻ്റെയും മഹാലക്ഷ്മിയുടെ മുന്നിൽ ജയിക്കാനായിട്ട് നമുക്ക് ഒരു വഴി മാത്രമേ ഉള്ളൂ. നമുക്കൊരു കുഞ്ഞ് ജനിക്കണം. അതിൻ്റെ പേരിടലും ചോറൂണും എല്ലാം അവരുടെ മുന്നിൽ വെച്ച് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. അത് കണ്ട് അവൾ തകർന്നു പോകണം. അന്ന് അബോർഷൻ ആയതിന് ശേഷം എനിക്ക് വീണ്ടും പ്രഗ്നൻ്റ് ആവാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം ഡോക്ടറോട് പോയി ചോദിക്കണം. നിങ്ങളും എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് കരുണ ഉണ്ണിയോട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നീട് മാർക്കോയുടെ കയ്യിൽ നിന്നും ഒരു വിധത്തിൽ രക്ഷപ്പെടുന്ന മേഘനാണെങ്കിലും മാർക്കോയെ പിടിച്ച് കുറച്ച് ദിവസം നാട്ടിൽ നിന്നും മാറി നിൽക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. തുടർന്ന് പ്രതാപൻ പറയുന്നുണ്ട്, മഹാലക്ഷ്മിയെ പോലെ അവനെക്കുറിച്ചും എനിക്ക് ചില സംശയങ്ങളുണ്ട്. അവനും ഒരു മനുഷ്യൻ തന്നെയാണോടാ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ അത് കേട്ട് ഭയക്കുന്നുണ്ട് കേട്ടോ മേഘൻ. കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലാനായിട്ട് പുറകെ ആളെ വിടാം എന്ന് വെച്ചാൽ തന്നെ അവരൊക്കെ മരിക്കുന്ന കാഴ്ചയില്ലേ കാണുന്നതെന്ന് പ്രതാപൻ പറയുമ്പോൾ അവൻ മരിക്കുന്നത് വരെ എൻ്റെ ജീവന് ഒരു ഉറപ്പുമില്ല. അങ്കിളിനും അതേ എന്ന് മേഘൻ പറയുന്നത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ പ്രതാപൻ. ഈ വയസ്സാം കാലത്ത് ഇനി അവൻ്റെ തല്ലുകൊണ്ട് ചാവാനായിരിക്കും എൻ്റെ വിധി എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ പരിതപിക്കുകയാണ് കേട്ടോ ഇതേ സമയം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കണ്ണനും മഹിയും അനന്തവും ലേഖയും ഒരുമിച്ച് മൂന്നാർക്കുള്ള യാത്ര തുടരുന്നു. ഇടയ്ക്ക് വെച്ച് ക്ഷീണം തീർക്കാനായിട്ട് ഇളനീരെല്ലാം കുടിച്ച് സന്തോഷത്തോടെ അവർ യാത്ര തുടരുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും അമ്മ പ്രവചിച്ചതുപോലെ ഇതുവരെ അനുഭവിച്ച വേദനകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നുമെല്ലാം എല്ലാം മാറി അവരുടെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. അങ്ങനെ അവർ അടിച്ചു പൊളിച്ച് തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് യാത്ര തുടരുകയാണ്. പിന്നീട് കാണിക്കുന്നത് മാർക്കോയാണെങ്കിൽ എന്തായാലും ഗുണ്ടയ്ക്ക് വീഴ്ചയിൽ ശബ്ദം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കണ്ണൻ്റെ മഹാലക്ഷ്മിയാണെങ്കിൽ ഇപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല. കണ്ണൻ നടക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ ആരും തൽക്കാലത്തേക്ക് അറിയാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് മേഘനെ വിട്ടുകളയാമെന്നും ഇനി കണ്ണൻ സാറിന് മഹാലക്ഷ്മിയും അപായപ്പെടുത്താനായിട്ട് അവൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ശ്രമം ഉണ്ടായാൽ പിന്നെ അവൻ്റെ അന്ത്യം കുറിക്കാമെന്നും ഒരു തീരുമാനം എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് കരുണയും ഉണ്ണിയും ഡോക്ടറെ കാണാനായിട്ട് എത്തുന്നു. എന്നിട്ട് ഡോക്ടറോട് കരുണ പറയുന്നുണ്ട്, അന്ന് എൻ്റെ ഗർഭം അലസിപ്പോയതിന് ശേഷം എനിക്ക് വീണ്ടും പ്രഗ്നൻ്റ് ആവാൻ കഴിഞ്ഞിട്ടില്ല. അന്നത്തെ വിഷം ഉള്ളിൽ ചെന്നതിന് ശേഷം എന്തെങ്കിലും തടസ്സമുണ്ടായിട്ടുണ്ടാവുമോ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ അത് പറയണമെങ്കിൽ ടെസ്റ്റിലൂടെ മാത്രമേ കണ്ടുപിടിക്കാൻ കഴിയൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഡോക്ടർ. തുടർന്ന് കരുണയെ കംപ്ലീറ്റ് ചെക്കപ്പിനായിട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ടെസ്റ്റ് റിസൾട്ട് എല്ലാം വന്നതിന് ശേഷം കരുണയോടും ഉണ്ണിയോടും ആ നടുക്കുന്ന സത്യം ഡോക്ടർ പറയുന്നുണ്ട്. അതായത് ഉള്ളിൽ ചെന്ന പോയിസൺ അമ്മയാകാനുള്ള കരുണയുടെ ആഗ്രഹത്തെ തല്ലിക്കെടുത്തിയെന്നും ആ മാരക വിഷം അതിൻ്റെ ശക്തിയിൽ യൂട്രസിന് ചില പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇനി കുട്ടിക്ക് അമ്മയാകാൻ എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കേണ്ടി വരുമെന്നും ഡോക്ടർ പറയുന്നത് കേട്ട് ഞെട്ടിത്തരിക്കുന്നുണ്ട് കേട്ടോ കരുണയും ഉണ്ണിയും. അങ്ങനെ കരുണ ഇതുവരെ മഹാലക്ഷ്മിയോടും കണ്ണനോടും ചെയ്തു കൂട്ടിയ എല്ലാ ദ്രോഹങ്ങൾക്കും എല്ലാ ചതികൾക്കുള്ള ഒരു നല്ലൊരു തിരിച്ചടി തന്നെയാണ് ദൈവം ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഡോക്ടർ അവരോട് പറയുന്നുണ്ട്, കുട്ടിയുടെ അച്ഛനും മുത്തശ്ശിയും തന്നെയാണ് കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാനായിട്ട് കാരണം. ഏതെങ്കിലും നാട്ടുവൈദ്യന്മാരൊക്കെ പറയുന്നത് കേട്ട് ഇങ്ങനെ ഒരു മരുന്നൊക്കെ കുട്ടിക്ക് ഗർഭാവസ്ഥയിൽ തരുമോ? എല്ലാത്തിനും കാരണം അവരാണെന്നും ഡോക്ടർ കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കരുണ വീട്ടിലെത്തിയിട്ട് വിവരം പ്രതാപനെയും മുത്തശ്ശിയും അറിയിക്കുന്നുണ്ട്. അപ്പോൾ അവർ അതും കേട്ട് ശരിക്കും ഞെട്ടുന്നുണ്ട് കേട്ടോ. തുടർന്ന് നമ്മൾ ചെയ്തത് നമുക്ക് തന്നെ തിരിച്ചു കൊത്തുകയാണോ മോളെ? അന്ന് പായസത്തിൽ വിഷം ചേർത്ത് കൊടുത്ത് അവളെ നമ്മൾ കൊല്ലാൻ നോക്കി. അത് മോളുടെ അമ്മയാകാനുള്ള സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തിയിരിക്കുകയാണല്ലോ മോളെ എന്നെല്ലാം പ്രതാപം പറയുമ്പോൾ അവളെപ്പോലെ എനിക്കും അമ്മയാകാൻ കഴിയരുത് എന്ന് കരുതി അവൾ അയ്യപ്പസ്വാമിയുടെ മുന്നിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു കാരണം എന്ന് പറഞ്ഞുകൊണ്ട് കരുണ വീണ്ടും മഹിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി എന്ത് ചെയ്യും പ്രതാപ? നമ്മുടെ കുഞ്ഞിന് അമ്മയാകാനൊന്നും ഒരു തടസ്സവും ഉണ്ടാകില്ല എന്നല്ലേ നമ്മൾ കരുതിയത്. ആ വിഷം അവളെ കൊല്ലാൻ നോക്കിയിട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ ഉള്ളിൽ തന്നെ ചെന്നല്ലോ. ഇപ്പോൾ നമ്മുടെ കുഞ്ഞിന് കല്യാണം കഴിഞ്ഞതിന് ശേഷം യാതൊരു സന്തോഷവും ഇല്ലല്ലോ പ്രതാപ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ അലമുറയിട്ട് കരയാണ്. എല്ലാത്തിനും കാരണം ലക്ഷ്മി അവളാണ്. അവൾക്കിപ്പോൾ എന്തല്ലോ കല്യാണം കഴിഞ്ഞതിന് ശേഷം കാലിന് സ്വാധീനമില്ലെങ്കിലും അവൻ്റെ കൂടെ സന്തോഷിച്ചല്ലേ അവൾ ജീവിക്കുന്നത്. നമ്മുടെ കുഞ്ഞിൻ്റെ കണ്ണീര് തുറന്ന നേരമുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും മഹിക്ക് നേരെ ശാപവാക്കുകൾ ചൊരിയാണ് കേട്ടോ മുത്തശ്ശി. അപ്പോൾ ഉണ്ണിക്കാണെങ്കിൽ ഈ ഒരു സംഭവത്തോടു കൂടി തന്നെ ഉണ്ണിയുടെ മനസ്സിന് ഏകദേശം തെറ്റുകളൊക്കെ ബോധ്യമാവുന്നുണ്ട്. കാരണം അവർ ചെയ്തു തന്നെയാണ് അവർക്ക് തിരിച്ചു കിട്ടുന്നത് എന്നൊരു കാര്യം ഉണ്ണി ഏകദേശം തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, കുഞ്ഞിനെ വെച്ചുള്ള കളിയൊന്നും വേണ്ടെന്ന് ഞാൻ അന്നേ നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലേ. അപ്പോൾ ആരും അതൊന്നും കേട്ടില്ല. ഇപ്പോൾ ഒരു കുഞ്ഞിനെ ലാളിക്കാനുള്ള ഭാഗ്യം ഇല്ലാതായില്ലേ കരുണേ?
മാത്രമല്ല മഞ്ജുവിൻ്റെ കുഞ്ഞിനെ നീയും അമ്മയും ചേർന്ന് കളഞ്ഞില്ലേ കരുണേ, എല്ലാത്തിൻ്റെയും തിരിച്ചടി തന്നെയാണ് നമുക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ കണ്ണേട്ടനോടും ഏട്ടത്തിയോടും ചെയ്തതിൻ്റെ ഒക്കെയാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. നമ്മൾ എന്തൊക്കെ കണ്ണേട്ടനും ഏട്ടത്തിക്കും എതിരായിട്ട് ചെയ്തു, വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ നമ്മൾ എന്നേ ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിടുമായിരുന്നു. അങ്ങനെയുള്ളവരുടെ മനസ്സ് കാണാതെ അവരെ വേദനിപ്പിച്ചതിൻ്റെ ശിക്ഷയാണ് നമുക്ക് കിട്ടിയത്. ഇനി അവരെ വേദനിപ്പിക്കുന്ന ഒന്നിനും ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് തന്നെ തുറന്നടിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണി. മഞ്ജുവിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കുക. അന്ന് കണ്ണേട്ടൻ്റെയും ഏട്ടത്തിക്കും എതിരായിട്ട് മഞ്ജു നമ്മുടെ കൂടെ നിന്നു. പക്ഷെ ജീവിതത്തിൽ അവൾക്കൊരു തിരിച്ചടി ഉണ്ടായപ്പോൾ, മേക്കേട്ടൻ ആരാണെന്നുള്ള യഥാർത്ഥ സത്യം മഞ്ജു തിരിച്ചറിഞ്ഞപ്പോൾ അവൾ കണ്ണേട്ടൻ്റെയും ഏട്ടത്തിയുടെയൊക്കെ നന്മ തിരിച്ചറിഞ്ഞ് അവളോടൊപ്പം നിൽക്കുകയല്ലേ ചെയ്തത്. അതുകൊണ്ട് എന്താ ഇപ്പോൾ അവളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ട്. നീയും എല്ലാം മനസ്സിലാക്കി കരുണേ, നിൻ്റെ ചേച്ചിയുടെ നന്മ നീ മനസ്സിലാക്കുക. നിൻ്റെ ചേച്ചിയുടെ മുന്നിൽ ജയിക്കാൻ വേണ്ടിയാണ് നീ കുഞ്ഞു വേണം എന്ന് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ എന്തായി? നിനക്കും ഇപ്പോൾ കുഞ്ഞിനെ ലാളിക്കാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടില്ലേ? എന്തായാലും കണ്ണേട്ടനും ഏട്ടത്തിയും യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഉടനെ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് അവരുടെ മുന്നിൽ മാപ്പ് ചോദിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനമെന്ന് തുറന്നടിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണി. അപ്പോൾ അത് കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് കരുണയും അതുപോലെ തന്നെ മുത്തശ്ശിയും പ്രതാപനും ഒക്കെ. അങ്ങനെ ഇപ്പോൾ മഞ്ജുവിനെ പോലെ തന്നെ ഉണ്ണിയുടെ മനസ്സിനും മാറ്റമുണ്ടായിരിക്കുകയാണ്. കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും നന്മ ഏകദേശം അവരോട് ചെയ്തതിൻ്റെയൊക്കെയാണ് തനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത് എന്നൊരു കാര്യം ഉണ്ണിയും മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഈ ഒരു നല്ല എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്